നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കുട്ടിക്കാലത്ത് അവള് കളിച്ചതോ ചിരിച്ചതോ വളർന്നതോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഇനി അവളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളും കണ്ടറിയണം. വണ്ടിയിലോട്ട് കയറിക്കോ, നമുക്ക് പോവാം. വിളമ്പാൻ ഞാൻ സഹായിക്കണോ ഏട്ടത്തി? വേണ്ട, ഇത് വിളമ്പി കൊടുക്കാനേ എനിക്കറിയാം. ഇതിന്റെ ക്രെഡിറ്റ് വേറെ ആരും പങ്കുവെച്ചെന്ന് എനിക്ക് ഇഷ്ടമല്ല. അത് കറക്റ്റാ. ഗുണമായാലും ദോഷമായാലും അതിന്റെ ക്രെഡിറ്റ് കൽപ്പനയ്ക്കിരിക്കട്ടെ. എന്നാലും ഗുണമാകുമെന്ന് ഉറപ്പില്ല അല്ലേ? തർക്കമൊന്നും വേണ്ട മോളെ, മോള് വിളമ്പി കൊടുക്ക. അല്ല, മുത്തശ്ശി എന്താ മണപ്പിച്ചു നോക്കുന്നത്? കഴിക്കേ. അത് വേണ്ട കേട്ടോ പ്രിയങ്കേ. ഇന്നലെ നിന്റെ ഭക്ഷണം മോശമായതുകൊണ്ട് ഇത് മോശമാകുമെന്നൊരു ചിന്ത നിനക്കുണ്ട്. ഒരു കാര്യം ചെയ്യ്, നീ കഴിക്കണ്ട, ഇവരൊക്കെ കഴിച്ചിട്ട് പറയട്ടെ. സൂര്യ, എങ്ങനെയുണ്ട്? സത്യം പറയാലോ കൽപ്പന, ഇത്രയും കാലം താൻ ഈ കുടുംബത്തിനോട് നല്ലൊരു പ്രവൃത്തിയാ ചെയ്തിരിക്കുന്നത്. എന്ത്? ഈ പാചകം കൊണ്ട് ഇതുവരെ അടുക്കളയ്ക്ക് കയറിയിട്ടില്ലല്ലോ, അത് തന്നെ മഹാഭാഗ്യം. എന്തു വെച്ചു മോളെ? ഉപ്പ് വരും മുളകൊന്നും പാകത്തിനില്ല, എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയതുപോലെ. മോളെ, അന്നം സത്യമാണ്. ഭക്ഷണത്തിന്റെ മുമ്പിലിരുന്ന് കള്ളം പറയാൻ പാടില്ല എന്ന അഭിപ്രായക്കാരനാണ് അച്ഛൻ. പറയാതെ വയ്യല്ലോ. പ്രിയങ്കയുടെ പാചകത്തെക്കാൾ അല്പം കൂടി മോശമായിട്ടുണ്ടെന്നേ ഉള്ളൂ. അത് ശരിയല്ല. പാചകത്തിന്റെ കാര്യത്തിൽ രണ്ടുപേരും മോശമാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പൊ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇന്നലത്തെ മത്സരത്തിൽ കൽപ്പന ജയിച്ചു, ഇന്ന് ജയിച്ചിരിക്കുന്നത് പ്രിയങ്കയാണ്. നിങ്ങൾ പേടിക്കേണ്ട മക്കളെ, നാളത്തെ ഒരു ദിവസം നിങ്ങളുടെ മുന്നിലുണ്ടല്ലോ. നാളെ നിങ്ങൾ മികവ് കാണിച്ചാ മതി. ശരി, നാളത്തെ ഒരു ദിവസം എനിക്കുള്ളതാ. ഇന്ന് പറഞ്ഞതൊക്കെ മാറ്റി പറയിക്കാൻ എനിക്ക് നാളത്തെ ഒരു ദിവസം മതി. കൽപ്പനയ്ക്ക് എന്തായാലും ഒരു ഗുണമുണ്ട്, തോറ്റാ പിന്നെ പരിസരത്ത് നിൽക്കില്ല. മുത്തശ്ശി, ആ മാലയൊന്ന് നന്നായിട്ട് മിനിക്ക് വെച്ചോ. നാളെ എന്റെ കഴുത്തിൽ ഇട്ട് തരേണ്ടതാ. പിള്ളേരവസാനം തമ്മി തല്ലു അമ്മേ. നല്ല കാര്യത്തിനാണ് ഈ ചെറിയ വഴക്കൊക്കെ ആയിക്കോട്ടെ. സ്നേഹമുള്ളിടത്ത് ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും വേണോ ശ്യാമേ? എന്തെങ്കിലും വേണമെങ്കിൽ മാത്രമേ എനിക്ക് അടുക്കളയിലേക്ക് വരാവൂ.
ഏട്ടത്തി എന്താ ഇത്? എനിക്ക് ഏട്ടത്തി നിൽക്കുന്നിടത്തേക്ക് വന്നൂടെ? സാധാരണ ഇങ്ങനെ വരാത്തോണ്ട് ഞാൻ ചോദിച്ചതാ. സാധാരണ ശീലങ്ങളൊക്കെ മാറ്റണം. ഇനി അമൃതേട്ടത്തിയുടെ കൂടെ ഞാനും കൂടാം പാചകത്തിന്. ആ ശരിക്കും? ഉം. പിന്നെ അടുക്കളയിൽ കയറി പാചകം ചെയ്യാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നുമല്ല. പുക കുറച്ച് ബുദ്ധിമുട്ടാ. ചുമച്ചു തുടങ്ങിയാ പിന്നെ അത് നിൽക്കുകയില്ല. തൊട്ടടുത്ത ദിവസം റെക്കോർഡിംഗ് ഉണ്ടെങ്കിൽ അത് മുടങ്ങിക്കിട്ടും. അപ്പൊ ഉറപ്പിച്ചോ, അടുക്കളയിലേക്ക് ഞാൻ കേറ്റില്ല, പ്രത്യേകിച്ച് പാചകമുള്ളപ്പോ. ആ ഏട്ടത്തി, നാളെ സിനിമയിൽ ഞാൻ പാടിയ പാട്ടാ ഷൂട്ട് ചെയ്യുന്നേ. അതിനെന്താ? ആ അതിനെന്താന്നോ, ഞാൻ പാടിയ പാട്ടിൽ ആരാ അഭിനയിക്കുന്ന? ആരാ? ശ്യാമ പാടിയ പാട്ടില് ഇപ്പൊ മലയാളത്തിലുള്ള എല്ലാ നടികളും അഭിനയിച്ചിട്ടുണ്ട്. നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാറില്ലല്ലോ. ഇതങ്ങനെയാണോ? ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റുമോ? മോളല്ലേ അഭിനയിക്കുന്ന. ഞാൻ പാടിയ വരികള് മോളി അവൾ അഭിനയിക്കുന്നത് എനിക്കൊന്ന് കാണണം. എടുത്തി, നമുക്കൊന്ന് പോയാലോ? ശ്യാമയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കില് ആ ഡയറക്ടർ ഒന്ന് വിളിച്ചു പറഞ്ഞാ പോരെ? അവരെല്ലാരും കൂടി വന്ന് കൂട്ടിക്കൊണ്ട് പൊക്കോളും. അതൊന്നും വേണ്ട. അതൊക്കെ വലിയ പ്രശ്നമാവും. അല്ലാതെ കാണാനുള്ള എന്തെങ്കിലും വഴിയാ ഞാൻ പറയുന്നത്. ഇപ്പൊ എന്താ, മോൾ അഭിനയിക്കുന്ന കാണണം, അത്രയല്ലേ ഉള്ളൂ. പോകാനുള്ള മാർഗം നമുക്കുണ്ടാക്കാം, അതുപോരെ? കുട്ടിക്കാലത്ത് അവള് കളിച്ചതോ ചിരിച്ചതോ വളർന്നതോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഇനി അവളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളും കണ്ടറിയണം, തൊട്ടറിയണം. പോണം. ഇന്നലെ ഉണ്ടാക്കിയ പേര് ഇന്നൊരു ദിവസത്തോടെ കളഞ്ഞു ഒളിച്ചു. ഞാൻ എന്ത് ചെയ്യാനാ കൽപ്പന? അടുക്കളയിൽ നിന്ന് അവൾ എന്നെ പിടിച്ചോണ്ട് പോകുന്നു ഞാൻ കരുതിയോ? ഞാൻ ചെയ്തോണ്ട് നിൽക്കുന്നത് നോക്കി നിൽക്കാൻ ഞാൻ പറഞ്ഞതല്ലേ? അതും കേട്ടില്ലേ? ഇതുവരെ ചെയ്തതെല്ലാം തുല്യം തുല്യം. നാളത്തെ ദിവസം നിനക്ക് ക്ലീനിങ്ങും അവൾക്ക് പാചകവും അല്ലേ? ക്ലീനിങ്ങിൽ എന്തായാലും നീ ജയിക്കും. പാചകത്തിൽ ഒരു തവണ തോറ്റതുകൊണ്ട് അവളുടെ കാര്യം സംശയം. പിന്നെ എന്തിനാ പേടിക്കുന്നത്? അങ്ങനെ ഞാനും ചിന്തിച്ചു ചെറിയമ്മേ. അപ്പോഴാ എനിക്ക് വേറൊരു സംശയം തോന്നിയത്. എന്ത് സംശയം? പ്രിയങ്ക വീട് മുഴുവൻ വൃത്തിയാക്കിയത് എപ്പോഴാ? നമ്മളൊക്കെ ഉണർന്ന് എഴുന്നേക്കുന്നതിന് മുൻപ്. അതെ. ആ എന്ന് വെച്ചാ നമ്മൾ ആരും പ്രിയങ്ക ജോലി ചെയ്യുന്നത് കണ്ടിട്ടില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.